അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കിസ്റാക്ക മുഹൽ, മുഫ്തി തഖി ഉസ്മാനിയുടെ കിസ്റാക്ക മുഹൽ വളരെ പ്രഗത്ഭമായ ഒരു സാഹിത്യകാരൻ്റെ, എഴുത്തുകാരൻ്റെ, ഇസ്ലാമിക ചിന്തകൻ്റെ വളരെ പ്രഗത്ഭമായ കിസ്റാക്ക മുഹൽ എന്ന ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി നോക്കാം. നമ്മൾ പറഞ്ഞു വെച്ചത്, ഒരിക്കലും അവിടുത്തെ ദിജ്ല ടൈഗ്രീസ് നദി വിട്ടുകടന്ന് സദാസമയത്തും പരിവാരങ്ങളുടെ, പട്ടാളക്കാരുടെ നിയന്ത്രണത്തിലായ ചുറ്റുമതിലും കടന്നിട്ട് വേണം, എത്രയോ ഉയരത്തിലുള്ള ചുറ്റുമതിൽ കടന്നിട്ട് വേണം ആ ഈവാനി കിസ്രയിലേക്ക്, കിസ്ര കൊട്ടാരത്തിലേക്ക് എത്തിപ്പെടാൻ. അത് കീഴടക്കുക എന്നത് ജൂയെ ഷീർ ലാനെ സേ കം നഥ, ഒരു അസാധ്യമായ കാര്യം ചെയ്യുന്നതിനോട് അതിനോളം എത്തുന്നതായിരുന്നു. ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത കാര്യം ചെയ്യുന്നതിന് സമാനമായിരുന്നു അതെല്ലാം എന്നാണ് നാം പറഞ്ഞു വെച്ചത്. എന്നിട്ട് ബാക്കി, लेकिन न जाने सरकार दो आलम सल्लल्लाहु अलैहि वसल्लम के ग़ुलाम कौन सा जज्बा और ईमान की कौन सी तौक़त लेकर आए थे. അറിയില്ല, ലേക്കിൻ ന ജാനെ, പക്ഷേ അറിയില്ല. സർക്കാർ ദോ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ഗുലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇരുലോകങ്ങളുടെയും നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമകൾ, അവർ ഏതൊരു വികാരമാണ്, കോൻസ ജസ്ബ, എന്തൊരു വികാരമാണ്, ഓർ കോൻസി തോക്കത്ത്, എന്തൊരു ശക്തിയാണ്, എന്തൊരു അമാനുഷികമായ ശക്തിയാണ് ലേക്കർ ആയത്തെ അവർ കൊണ്ടുവന്നിരുന്നത് എന്നറിയില്ല. എന്തിനുള്ള കഴിവ്? കെ എ പൈക്കറെ സത്വത്തെ ഇമാറത്തെ, അന്തസ്സിൻ്റെ അല്ലെങ്കിൽ കീഴടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുന്നതിൻ്റെ അന്തസ്സിൻ്റെ ഒരു അസ്തിത്വമായിരുന്ന, ഒരു പ്രൗഢിയുടെ അന്തസ്സിൻ്റെ ഒരു അസ്തിത്വമായിരുന്ന അതിൻ്റെ ഒരു പൈക്കർ, അതിൻ്റെ ഒരു കോലം, അതിൻ്റെ ഒരു മുജസ്സമ, അതിൻ്റെ ഒരു കോലമായി അന്തസ്സിൻ്റെ ഒരു അസ്തിത്വമായി നിലനിന്ന ഈ എടുപ്പുകൾ, ഈ വലിയ ബിൽഡിങ്ങുകൾ, ഈ കൊട്ടാരം, ഉൻകി എൽഗാർക്കോ, ആ വലിയ മനുഷ്യരുടെ, പ്രവാചകരുടെ, അനുയായികളുടെ അക്രമത്തെ ന റോക്ക് സക്കേൻ, അതൊരിക്കലും തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. കജ്ഗുലാഹെ ഈറാൻ കി സദിയോं പുരാനി താരീഖ് ആൻ കി ആൻ മേ പേവന്ദേ ഖാക്ക് ഹോ ഗയി. കജ്ഗുലാഹ് എന്ന് പറഞ്ഞാൽ ഇറാൻ രാജാവിൻ്റെ ലഖബാണ്. അതുപോലെ പകിട്ടുള്ള എന്ന അർത്ഥത്തിനൊക്കെ ഇസ്തിയാറത്ത് മജാസിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒന്നർത്ഥം നോക്കൂ, കജ്ഗുലാഹെ ഈറാൻ കി സദിയോं പുരാനി താരീഖ്, ഇറാൻ രാജാവിൻ്റെ നൂറ്റാണ്ടുകൾ, ഇറാൻ അധിപൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രങ്ങളെല്ലാം ആൻ കി ആനമേ ഞൊടിയിടയിൽ തന്നെ, ആൻ കി ആനമേ ഞൊടിയിടയിൽ തന്നെ പേവന്ദേ ഖാക്ക് ഹോ ഗയി, അത് മണ്ണോട് ചേരുകയും ചെയ്തു. പേവന്ത് എന്ന് പറഞ്ഞാൽ കഷ്ണം വെക്കണമെന്നാണ് പറയാം. മണ്ണിനോട് കഷ്ണം വെച്ചു എന്ന് പറഞ്ഞാൽ മണ്ണോട് ചേരുകയും ചെയ്തു. ഓർ ഉസ്കാ ഷുഹറ ആഫാഖ് ദബ്ദബ മുജാഹിദീൻ കെ ഗുബാറെ രാഹ് മേ ഗും ഹോക്കർ രഹ് ഗയ, അതിൻ്റെ ചക്രവാളത്തോളം പ്രസിദ്ധിയാർജിച്ച അതിൻ്റെ ആ പ്രൗഢി, ഷുഹറ ആഫാഖ് ദബ്ദബ, ചക്രവാളത്തോളം പ്രസിദ്ധിയാർജിച്ച അതിൻ്റെ പ്രൗഢി, മുജാഹിദീൻ കെ ഗുബാറെ രാഹ് മേ, അവിടുത്തെ മുസ്ലിമീങ്ങളായ പോരാളികളുടെ അവരുടെ വഴിയിലെ പൊടികളിൽ ഗും ഹോക്കർ രഹുകയ, അതെല്ലാം നശിച്ചു പോവുകയും ചെയ്തു. मुसलमानों ने किसरा के इस ईवान को एक इबरतनाक यादगार के तौर पर बाकी रखा. മുസ്ലിമീങ്ങൾ ഈ കിസ്ര കൊട്ടാരത്തെ ഒരു ഗുണപാഠമുള്ള ഒരു സ്മാരകമെന്ന രീതിയിൽ അതിനെ അവശേഷിപ്പിക്കുകയും ചെയ്തു. ഖലീഫ മൻസൂർ ने एक मरतबा उसे मुनहदिम करने का इरादा किया था. ഖലീഫ മൻസൂർ അവർകൾ ഇതിനെ ഒരു തവണ പൊളിക്കാൻ ഉദ്ദേശിച്ചു. उस पर उनके एक पुरानी मुशीर ने മഷ്വറ ദിയ, അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത്തരത്തിലാണ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത്. അദ്ദേഹം പറഞ്ഞതെന്താണ്? കെ ആപ് അഗർ ഇസ് ഈവാൻ കോ ബാക്കി രഖേങ്കെ, നിങ്ങൾ ഈ ഒരു കൊട്ടാരത്തെ, നിങ്ങൾ ഈ ഈവാൻ കിസ്റ, ഈ ഒരു കൊട്ടാരം നിങ്ങൾ അവശേഷിപ്പിക്കുകയാണെങ്കിൽ तो उससे हर देखने वाले पर ये तअस्सुर कायम होगा, അതിലൂടെ ഇത് കാണുന്നവർക്കെല്ലാം
ഇത്തരത്തിലുള്ളൊരു സ്വാധീനം അവരുടെ മനസ്സിലുണ്ടായിത്തീരും. അവർക്ക് ഇത്തരത്തിലുള്ളൊരു സ്വാധീനം അവർക്കുണ്ടായിത്തീരും. എത്തരത്തിൽ കെ മുസൽമാനോ കെ സാത്ത് യക്കീനൻ അള്ളാഹ് തആല കി മദദ് ഷാമിൽ തീ, അവർക്ക് ബോധ്യമായി തീരും എന്ത്, മുസ്ലിമീങ്ങൾക്ക് ഇത്രയും പാവപ്പെട്ട വളരെ പട്ടിണി പാവങ്ങളായിരുന്ന മുസ്ലിമീങ്ങൾ അവരുടെ കൂടെ എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ ഒരു മദദ്, അള്ളാഹുവിൻ്റെ സഹായം അവരിലുണ്ടായിരുന്നു എന്ന് ഏവർക്കും ബോധ്യമാകും. വർണ്ണ അങ്ങനെ ഒരു അള്ളാഹുവിൻ്റെ സഹായമില്ലായിരുന്നു എങ്കിൽ അറബ് കെ ബേസറോ സാമാൻ സഹറാ നഷീൻ ഇസ് ജൈസെ ഈവാൻ കോ ഹർഗിസ് ഫതഹ് ന കർ സക്തേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഹായമില്ലാതെ എങ്ങനെ അറേബ്യയിലെ ജീവിക്കാനുള്ള ജീവിതോപാധികളായ സാമഗ്രികൾ പോലുമില്ലാതെ ഈ മരുഭൂനിവാസികൾക്ക് ഈവാൻ കിസ്ര ഇത്രയും വലിയ ഈ പ്രൗഢിയേറിയ ഈ ഒരു കൊട്ടാരം എങ്ങനെ അത് കീഴ്പ്പെടുത്താൻ സാധിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കുകയും ചെയ്യും. മൻസൂറിനെ മഷ്വറ സുന, അന്നേരം മൻസൂർ, ഖലീഫ മൻസൂർ ഇദ്ദേഹത്തിൻ്റെ ഈ അഡ്വൈസ്, ഈ ഉപദേശം കേട്ടു. പക്ഷേ ലേക്കിൻ ദിൽമേ യേ ഖയാൽ ഹുവ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തയാണ് വന്നത് കെ ഷായദ് യേ മുഷീർ ഈറാനി ഹോനെ കി ബിനാ पर अपने आबा व अजदाद की यादगार कायम रखने के लिए ये मशवरा दे रहा है. അദ്ദേഹം ഖലീഫ മൻസൂർ ചിന്തിച്ചത് എന്താണ്, ഇദ്ദേഹം ഒരു ഇറാനുകാരനാണ് എന്നതിനാൽ ഉസ്കെ ബിനാപ്പർ ഉസ്കി വജാസെ എന്നത് മൂലം അദ്ദേഹത്തിൻ്റെ പ്രപിതാക്കളുടെ അവരുടെയൊക്കെ സ്മാരകങ്ങൾ നിലനിൽക്കണം എന്നതിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ പ്രപിതാക്കളുടെ സ്മാരകങ്ങൾ ഒരിക്കലും തകർക്കപ്പെടരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത മൂലമാണ് ഇത്തരത്തിൽ അദ്ദേഹം മഷ്വറ ചെയ്തത്, ഇദ്ദേഹത്തോട് നിർദ്ദേശിച്ചത് എന്നാണ് ഖലീഫ മൻസൂർ ദൗർഭാഗ്യവശാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഖലീഫാനെ മഷ്വറയ്ക്ക് പർവ ന കർത്തേ ഹുയെ, അദ്ദേഹത്തിൻ്റെ മഷ്വറ, അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് അത് വകവെക്കാതെ, അത് ഗൗനിക്കാതെ ഉസേ മുൻഹദിം കർനെ കാ ഹുക്കം ദിയ, അത് തകർക്കാനുള്ള, അത് പൊളിക്കാനുള്ള വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ലേക്കിൻ ജബ് ഈവാൻ കോ തോടന ശുറൂ കിയ, പക്ഷേ ആ കൊട്ടാരം മണിമാളിക പൊളിക്കാൻ തുടങ്ങിയപ്പോൾ തോടാ ഹി ഹിസ്സെ തോടനെ കെ ബാദ്, അതിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു ഭാഗം മാത്രം പൊളിച്ച ശേഷം മാലൂം ഹുവ, അദ്ദേഹത്തിന് ബോധ്യമായി, അദ്ദേഹത്തിന് മനസ്സിലായതെന്താണ്, കെ ഉസേ തോടിനെ പർ ഇത്നി ജബർദസ്ത് ലാഗത്ത് ആയേഗി, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതെന്താണ്, ഇത് പൊളിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ഇത്രമാത്രം ഭാരിച്ച ലാഗത്ത്, ഇത്രമാത്രം ചെലവ് വരും, ലാഗത്തായകി, ഇത്രമാത്രം നഷ്ടം, ഇത്രമാത്രം ചെലവ് അദ്ദേഹത്തിനുണ്ടാകും. എത്രമാത്രം കെ ഉസ്കെ മൽബേസെ, അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന്, മൽബെ അതിൻ്റെ പൊളിച്ചു കിട്ടുന്ന അതിൻ്റെ അവശിഷ്ടം, അതിൻ്റെ ബാക്കിയാത്തിൽ നിന്ന്, അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉസ്കാ ബഹു തോടാ ഹിസ്സ വസൂൽ ഹോഗ, അതിൻ്റെ ആ ചെലവിൻ്റെ വളരെ ചുരുങ്ങിയ ഭാഗം, ആ ചെലവിൽ നിന്ന് വളരെ ചുരുങ്ങിയ ഭാഗം മാത്രമേ അതിൻ്റെ അവശിഷ്ടത്തിലൂടെ നമുക്ക് വരവുണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു, ബോധ്യപ്പെടുകയും ചെയ്തു. और इस तरह बहुत सी कौमी दौलत ज़ाയി हो जाएगी, ഇത്തരത്തിൽ ഇനിയും ഇങ്ങനെ പൊളിക്കൽ തുടരുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ സമ്പത്ത് തന്നെ ഇതിലൂടെ നഷ്ടമാകുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഇസ് മൗക്കെ പർ, ഈ അവസരത്തിൽ മൻസൂർ ഖലീഫ മൻസൂർ ഉസി മുഷീർ കോ ഫിർ ബുലാക്കർ, അതേ മുഷീറിനെ, അതേ അഡ്വൈസറിനെ ഒരു വട്ടം കൂടെ അദ്ദേഹം വിളിച്ചുകൊണ്ട് മഷ്വറാക്കിയ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ തേടി. ഉസ്നെ കഹ, അന്നേരത്തെ ആ മുഷീർ പറഞ്ഞതെന്താണ്, കെ മൈനെ ആപ്കോ പെഹ്ലെ ഹി മഷ്വറ ദിയാ ഥാ, ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഈ ഇത്തരത്തിൽ ഒരു മഷ്വറ, ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. കെ ഉസേനെ തോടേങ്, അതിനെ പൊളിക്കരുത് എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ലേക്കിൻ അബ് മൈ ആപ്കെ ലിയെ യേ ബാത് ആർ സമജ്താ ഹൂം, പക്ഷേ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഈയൊരു നിർദ്ദേശം നൽകുന്നത് ഞാനൊരു ഒരു ന്യൂനതയായിട്ട്, ഒരു മോശമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്,
ലേക്കിൻ അബ് മൈ ആപ്കെ ലിയെ യേ ബാത് ആർ സമജ്താ ഹൂँ, ഈ കാര്യം നിങ്ങൾക്ക് ന്യൂനതയായിട്ട് വളരെ മോശമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ എന്തുകൊണ്ടാണ് മോശമാണെന്ന് മനസ്സിലാക്കാൻ കാരണം, കെഹനെ വാലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ, ചരിത്രം എഴുതുന്ന ആളുകൾ, യേ കഹേ അവർ ഇങ്ങനെയാണ് പറയുക, കെ എന്താണ് പറയുക, ഇറാനിയോനെ ഐസി ഇമാറത്തെ ബനായി ഥി, ഇറാനുകാർ ഇത്ര സുഭദ്രമായ ഒരു കെട്ടിടമാണ് അവർ നിർമ്മിച്ചിരുന്നത്, കെ ആപ് ലോഗ് ഉസെ മുൻഹദിം കർനെ പർ ഭി ഖാദിർ ന ഹുയെ, നിങ്ങൾക്കെല്ലാം അത് പൊളിക്കാൻ പോലും സാധിച്ചില്ലല്ലോ, അത് പൊളിക്കാൻ പോലും സാധ്യമായില്ലല്ലോ എന്ന് പിന്നീട് ഇതിനെക്കുറിച്ച് എഴുതുന്ന ചരിത്രകാരന്മാർ പിന്നീട് പറയും, അത് എഴുതും എന്ന് ഞാൻ ആലോചിക്കുന്നു, എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ലിഹാസ ഇത് കാരണത്താൽ തന്നെ അബ് മേര മഷ്വറ യേ ഹേ, ഇപ്പോൾ എൻ്റെ നിർദ്ദേശം ഇതാണ്, കെ ഉസെ ജറൂർ തോടാ ജായേ, ഏതായാലും അത് പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി അത് പൂർണ്ണമായും പൊളിക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ നിർദ്ദേശം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഖലീഫ മൻസൂർ ഫിർ ശശോ പഞ്ച് മേ പड़ गए, ഖലീഫ മൻസൂർ ശേഷം ആകെ ശശോ പഞ്ച് ആകെ കൺഫ്യൂഷനിലായി, ഭയങ്കര ആശയക്കുഴപ്പത്തിലായി. ലേക്കിൻ ഗൗറോ ഫിക്കർ കെ ബാദ്, പക്ഷേ കുറച്ചു നേരം അദ്ദേഹം ചിന്തിച്ച ശേഷം ഫൈസല യഹി കിയ, അദ്ദേഹം ഇങ്ങനെ തന്നെ ചിന്തിച്ചു, എത്തരത്തിൽ കെ കാം ബന്ദ് കറാ ദിയാ ജായേ, ആ പണി അത് നിർത്തിവെക്കുക തന്നെ വേണം, അത് പൂർത്തിയാക്കാൻ പാടില്ല. കാരണം എന്താണ്, ക്യോങ്കെ ഉസ്മേ ദൗലത് കാ ബഡാ സിയാ ഹേ, കാരണം അത് രാജ്യത്തിൻ്റെ സമ്പത്തിന് വലിയ നഷ്ടമാണ് അത് വരുത്തുന്നത് എന്ന് തന്നെ. ചുനാൻചെ ഇത് കാരണത്താൽ തന്നെ യേ ഇവാൻ ഇസ് വക്ത് സെ ബാക്കി ചല ആത്താ ഹേ, അന്ന് അത് പൊളിക്കൽ നിർത്തിവെച്ചത് കാരണത്താൽ ആ കൊട്ടാരം ഇന്ന് വരെ അത് അവശേഷിച്ച് നിൽക്കുന്നു. ഇതെല്ലാം താരീഖ് ബഗ്ദാദിൽ ഖതീബുൽ ബഗ്ദാദിയുടെ താരീഖ് ബഗ്ദാദിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അറബ് കെ മഷഹൂർ ഷായർ ബുഹ്തുരി, അറേബ്യയിലെ പ്രസിദ്ധനായ കവി ഖസീദ എഴുത്തുകാരനായ ബുഹ്തുരി, ഇസ് ഈവാൻ കി മൻസർ കിഷി, ഈ ഈവാനിൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ ചിത്രീകരണം, അതിലെ രംഗങ്ങൾ, ഏക് മാരിക്കത്തുൽ ആറ, അതിൻ്റെ കാഴ്ചകളെക്കുറിച്ച്, മൻസർ കിഷി മേ ഏക് മാരിക്കത്തുൽ ആറ ഖസീദ കഹാ ഹേ, ഒരു ഭീമാകാരമായ വലിയ ഒരു ഖസീദ തന്നെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഉസ്കെ ബാരെ മേ കഹാ ജാത്താ ഹേ, അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതിയ അദ്ദേഹത്തിൻ്റെ ഖസീദയെക്കുറിച്ച് പറയപ്പെടാറുണ്ട്. എന്താണ്, കെ അറബി സുബാൻ മേ ഉസ്സെ ബെഹ്തർ ഖസീദ സീനിയ നഹി കഹാ ഗയാ ഹേ, അറബി ഭാഷയിൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ, ഇതിനേക്കാൾ വലിയ ഒരു ഖസീദ എന്ന് പറഞ്ഞ തളിക അഥവാ തളികയെ, അത്രമാത്രം വലിയ ഖസീദ, ഒരു വലിയ ഖസീദയാണ് എഴുതിയിട്ടുള്ളത്. വലിയ ഖസീദകൾക്ക് പറയുന്ന പേരാണ് ഖസീദത്തുൻ സീനിയ. ഇതിനേക്കാൾ സുന്ദരമായ മറ്റൊരു ഖസീദത്തുൻ സീനിയ അറബിയിൽ ലഭ്യമല്ല എന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട്. और ബുഹ്തുരി കെ ദോ ഖസീദെ ഐസേ ഹേ, ബുഹ്തുരി എഴുതിയ അദ്ദേഹത്തിൻ്റെ ഖസീദയിലെ 2 ഖസീദ ഇത്തരത്തിലാണ്. ഏക് ഈവാൻ കിസ്ര കി മൻസർ കിഷീമേ, ഒന്ന് ഈവാൻ കിസ്രയുടെ രംഗങ്ങളെ ചിത്രീകരിക്കുന്ന, അതിലെ കാഴ്ചകൾ വർണ്ണിക്കുന്നതാണ് ഒന്ന്. ഓർ ദൂസര രണ്ടാമത്തതോ മുത്തവക്കിൽ കെ ബനായെ ഹുയെ ഏക് താലാബ് കി താരീഫ് മേ, ഖലീഫ മുത്തവക്കിൽ നിർമ്മിച്ചെടുത്ത ഒരു കുളത്തിനെ വർണ്ണിച്ചുകൊണ്ടാണ്, അതിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടാണ് രണ്ടാമത്തത്. എന്താണ് അതിനെക്കുറിച്ച് ഈ 2 ഖസീദയുടെ പ്രത്യേകതകൾ എന്താണ്, കെ അഗർ വോ ഉൻ ദോ ഖസീദോं के സിവ, അദ്ദേഹം മഹാനായ ബുഹ്തുരി എന്ന കവി ഈ ഖസീദകളെ കൂടാതെ, ഈ 2 ഖസീദകളെ കൂടാതെ കുച്ച് ന കഹ്താ, മറ്റൊന്നും അദ്ദേഹം പാടിയിട്ടില്ലെങ്കിൽ പോലും, മറ്റൊരു ഖസീദയും അദ്ദേഹം പാടിയിട്ടില്ലെങ്കിൽ പോലും, तो भी അപ്പോൾ പോലും वो उसकी शायराना अज़मत के लिए काफ़ी थे, ആ 2 ഖസീദകൾ തന്നെ, ആ 2 ഖസീദ തന്നെ ഉസ്കി ഷായറാന അസ്മത് കെ ലിയെ, അദ്ദേഹത്തിൻ്റെ കവി എന്ന ആ ബഹുമതി മതിയായതാണ് ആ 2 കവിത എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഈവാൻ കിസ്ര के बारे में उनके क़सीदे की इब्तिदाई शेर ये हैं,
ഇവാൻ കിസ്രയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഖസീദയുടെ തുടക്കങ്ങൾ, അതിൻ്റെ ആദ്യത്തെ വരി ഇതാണ്. ഇത് നമ്മുടെ പാഠത്തിലില്ല, നിങ്ങളെല്ലാം എഴുതി കൊടുക്കണം. സുൻതു നഫ്സി അമ്മാ യുദന്നീസു നഫ്സി വതറഫഅതു അൻ ജദാ കുല്ലി ജിബ്സി. സുൻതു നഫ്സി അമ്മാ യുദന്നീസു നഫ്സി വതറഫഅതു അൻ ജദാ കുല്ലി ജിബ്സി. അതിൻ്റെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കൂ. സുൻതു നഫ്സി അമ്മാ യുദന്നിസു നഫ്സി. കിസ്ര പറയുകയാണ്, ഞാൻ എൻ്റെ ശരീരത്തെ, കിസ്ര എന്ന ആ കൊട്ടാരം, ഇവാൻ കിസ്ര, ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ ശരീരത്തിന് അഴുക്കാകുന്ന എല്ലാത്തിനെ തൊട്ടും സംരക്ഷിച്ചു. വതറഫഅതു, ഞാൻ വതനസ്സഹതു, ഞാൻ പരിശുദ്ധനാവുകയും ചെയ്തു. അൻ ജദാ കുല്ലി ജിബ്സി, എൻ്റെ ചുണ്ണാമ്പുകല്ല്, എന്നെ സൃഷ്ടിച്ചത്, എന്നെ ഉണ്ടാക്കിയതായ കല്ലിൽ പതിക്കുന്ന എല്ലാ മഴയെ തൊട്ടും, ശക്തമായ മഴയെ തൊട്ടും ഞാൻ പരിശുദ്ധമാവുകയും ചെയ്തു. ഏതുവിധ കാലവിപത്തുകൾ വന്നാലും, എത്ര വലിയ മഴകൾ വന്നാലും ഒരു കുഴപ്പവുമില്ലാതെ അതിൻ്റെ യഥാർത്ഥ പ്രൗഢിയോടുകൂടെ കാലങ്ങളോളമായി ഞാനിതാ ഇവിടെ നിൽക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കി നോക്കൂ. തോക്കെ കിസ്ര के नीचे खड़े होकर 14 सदियों के बेशुमार वाक़यात की एक फिल्म थी. ആ കിസ്രയുടെ കൊട്ടാരത്തിന് താഴെ നിന്നിട്ട് എന്നിൽ ഒരു 14 നൂറ്റാണ്ടുകളുടെ എണ്ണമറ്റ സംഭവങ്ങളുടെ ഒരു ചലച്ചിത്രമായിരുന്നു ജോ ദിലോ ദിമാഗ് മേ ചൽത്തി രഹി. എൻ്റെ ഹൃദയത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ ഓർമ്മകളിലുമായി നടന്നുപോയത് ഒരു ചലച്ചിത്രമായിരുന്നു, അവിടെ കടന്നുപോയത്. തസവ്വുർ की निगाह को भी यहाँ वो कजकुला नज़र आए. എൻ്റെ ചിന്തകളുടെ കണ്ണുകൾക്കും എൻ്റെ ഓർമ്മകളുടെ കണ്ണുകൾക്കും ഇറാനിലെ ആ രാജാവിൻ്റെ കാഴ്ചകളാണ് വന്നത്. ജിൻകെ അഹദെ ഹുക്കൂമത്ത് നെ, അവരുടെ ഇറാൻ ഭരണാധികാരിയുടെ കാലഘട്ടത്ത്, ആ കിസ്ര കാലഘട്ടത്ത്, കിസ്ര ഭരിക്കുന്ന കാലത്ത് സൂരജ് ഗുറൂബ് നഹി ഹോത്താ ഥാ, അവിടെ ഒരിക്കലും സൂര്യൻ അസ്തമിക്കാറില്ലായിരുന്നു. കബി കിബ്രോ ഗുറൂർ കെ വോ പുത്ലെ ദിഖായി ദിയേ. എൻ്റെ ഓർമ്മകളിൽ പലപ്പോഴായിട്ട്, പല സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അഹന്തയുടെയും ആ ഒരു പ്രതിബിംബം, അദ്ദേഹത്തിൻ്റെ ആ കോലം, ആ പ്രതിമ, പുത്ലെ എന്ന് പറഞ്ഞ പ്രതിമ എനിക്ക് കാണാനിടയായി. ജിനൂനെ സർക്കാർ ദോ ആലം, അദ്ദേഹമാണ് ആ അഹങ്കാരത്തിൻ്റെ കോലമായിരുന്ന, അഹങ്കാരത്തിൻ്റെ പ്രതിമയായി നിലകൊണ്ട അദ്ദേഹം ഇരു ലോകത്തിൻ്റെ നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമേ മുബാറക് ചാക്ക് കർണേക്ക് ജസാറത്ത് കീ ഥി. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ അയച്ചുകൊണ്ട് നിബിതങ്ങൾ അയച്ച ആ കത്തിനെ നിഷ്കരുണം കീറിയിടുകയുണ്ടായി. നാമേ മുബാറക്, പരിശുദ്ധമായ ആ കത്തിനെ ചാക്ക് കർണേക്ക് ജസാറത്ത് കി, അത് കഷ്ണിക്കാൻ, അത് പിളർത്താൻ, അത് കീറിയിടാൻ ധൈര്യം കാണിക്കുകയും ചെയ്തിരുന്നു. കബി ഇസ് ഇവാൻ കെ സർ നിഗാർ കമ്രോമേ, പലപ്പോഴും എൻ്റെ ഓർമ്മകളിൽ കടന്നു വന്നത് ഈ കൊട്ടാരത്തിൽ സ്വർണം പതിച്ച അവിടുത്തെ റൂമുകളിൽ ഹസ്രത്ത് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു और हज़रत रबीई बिन आमिर रളിയല്ലാഹു അൻഹു की गूंजती हुई तकरीरें सुनाई दी. ഹസ്രത്ത് രബീഇ ബിൻ ആമിർ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും മുഴങ്ങുന്ന അവരുടെ ആ പ്രഭാഷണങ്ങളാണ് എൻ്റെ ചെവിയിൽ പതിച്ചത്. കബി ഉസ്കി ഫസീൽ पर चढ़ते हुए वो सरफरोश मुजाहिदीन नज़र आए. അതിലൂടെ അവിടുത്തെ ആ ചുറ്റുമതിൽ കയറുന്ന, വളരെ പ്രയാസത്തോടുകൂടെ കയറുന്ന, തൻ്റെ ജീവൻ ബലിയർപ്പിക്കുന്ന സർഫറോഷ്, ഷുജാ, ധീരരായ, ജീവൻ ബലിയർപ്പിക്കുന്നവരായ അവിടുത്തെ മുസ്ലിമീങ്ങളായ മുജാഹിദീങ്ങൾ, പോരാളികളെയാണ് ഞാൻ കണ്ടത്. ജിൻകെ ഹാഥോ, അവരുടെ കരങ്ങൾ ഇസ് കിബ്രോ ഗുറൂർ കാ ഇസ്തിസാൽ മുഖദ്ദർ ഥാ, അവരുടെ കരങ്ങളിലൂടെ ഇവരുടെ ഈ രാജാവിൻ്റെ, കിസ്രയുടെ അഹങ്കാരത്തെ, അവരുടെ ധിക്കാരത്തെ അത് വേരോടെ പിഴുതെറിയാൻ മുഖദ്ദർ ഥാ, കണക്കാക്കപ്പെട്ടിരുന്നു. അവരുടെ കൈകളിലൂടെ അവരുടെ അഹങ്കാരത്തെ തന്നെ വേരോടെ പിഴുതെറിയാൻ കണക്കാക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അതിനെ വേരോടെ പിഴുതെറിയാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. കബി യഹാ ഹസ്രത്ത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു,
മറ്റു പല സമയങ്ങളിലും എൻ്റെ ഓർമ്മകളിൽ വന്നത് ഹസ്രത്ത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും, ഹസ്രത്ത് ഖാലിദ് ബിൻ ഉർഫത്ത റളിയല്ലാഹു അൻഹും ഓർ ഉൻകി റുഫഖ, അവരുടെ കൂട്ടാളികൾക്കും റുഫഖാക്കോ അവരുടെ കൂട്ടാളികളെയും ഫതഹ് കെ തശക്കുർ മേ സജ്ദ റേസ് ദേഖ, അവിടുത്തെ കൂട്ടാളികളെയും ഈ കൊട്ടാരം കീഴടക്കിയ ആ നന്ദിയിൽ സുജൂദ് ചെയ്ത് കിടക്കുന്നതായിട്ട് എൻ്റെ ഓർമ്മകളിൽ, എൻ്റെ കണ്ണുകളിൽ ഞാൻ കാണുകയുണ്ടായി. ഖറസ്, ചുരുക്കത്തിൽ നജാനെ എനിക്കറിയില്ല, മാസിക്ക് കിത്നി ദിലാവീസ് തസ്വീറേ, കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ എത്രയെത്ര ഹൃദയഹാരിയായ മനോഹരമായ കാഴ്ചകളാണ്, തസ്വീറേൻ തീ, എത്രയെത്ര മനോഹരമായ കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ജോ ചന്ദ് ലംഹോമേ നസറോं के सामने गुजर गए, തുച്ഛം ചില നിമിഷങ്ങൾക്കിടയിൽ എൻ്റെ കണ്ണുകളിലൂടെ കടന്നുപോയത് എത്ര വലിയ സുന്ദരമായ ഹൃദയഹാരിയായ കാഴ്ചകളാണ് കടന്നുപോയത് എന്നെനിക്കറിയില്ല. और जब इस आलम तसव्वुर से जीती जागती ज़िंदगी की तरफ वापस हुई, എൻ്റെ ആ ഓർമ്മകൾ, ഞാൻ ആ ഓർത്തെടുക്കുന്ന ആ ചിന്താലോകത്ത് നിന്ന്, ആലമെ തസവ്വുർസെ, ആ ചിന്താലോകത്ത് നിന്ന് ജീത്തി ജാഗത്തി, ജീവനുള്ള ഈ ജീവിതത്തിലേക്ക്, സജീവമായ ജീവസുറ്റ ഈ ജീവിതത്തിലേക്ക്, സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ, വാപ്പസ് ഹുയിത്തോ, ഞാൻ തിരിച്ചു വന്നപ്പോൾ ഹസീൻ തസവ്വുറാത്ത് കാ സാരാ മുഹൽ ജമീൻ പർ ആ രഹാ, ആ സുന്ദരമായ കാഴ്ചകളുടെ ആ കൊട്ടാരങ്ങൾ മുഴുവൻ ഇതാ ഭൂമിയിൽ വന്നിരിക്കുന്നു. അതെല്ലാം എവിടെയോ ചിന്തിച്ചിരുന്ന ഞാൻ, ഇതെല്ലാം ഈ ഭൂമിയിൽ തന്നെ എൻ്റെ തൊട്ടുമുന്നിൽ വന്നിരിക്കുന്നു. മൈ ഏക് ഐസി ജമീൻ പർ ഖടാ ഥാ, എനിക്ക് ബോധ്യമായിരുന്നു, എനിക്കറിയാമായിരുന്നു, മൈ ഏക് ഐസി ജമീൻ പർ ഖടാ ഥാ, ഞാൻ ഇത്തരത്തിലുള്ള ഒരു ഭൂമികയിലാണ് ഞാൻ നിൽക്കുന്നത്. ജോ ഫാത്തിഹീൻ മദായിൻ കെ നാം ലേവാവും പർ തംഗ് ഹോ രഹി ഹേ, അത് ഇന്ന് മദായിൻ കീഴ്പ്പെടുത്തിയ ആ മുജാഹിദീങ്ങളുടെ നാം ലേവാവും പർ, ആ മദായിൻ സാഹസികമായി കീഴ്പ്പെടുത്തിയ മുസ്ലിമീങ്ങളായ ആ പോരാളികളുടെ നാം ലേവാവും പർ, അവരുടെ പിൻഗാമികൾക്ക് തംഗ് ഹോ രഹി ഹേ, വളരെ ഇടുങ്ങിയതായി അനുഭവപ്പെടുകയാണ്. ഈ ഭൂമി ഇന്ന് വളരെ ഇടുങ്ങിയതായിട്ട്, വളരെ വിഷമകരമായിട്ടാണ് ഇന്ന് അവരുടെ പിൻഗാമികൾക്ക് ഈ ഭൂമി അനുഭവപ്പെടുന്നത്. ജഹാ ഉനി സഹറാ നശീനോं की हम जैसी नाखलफ औलाद वसाइलो असबाब के फरावानी के बावजूद ईमान व यकीन की इस दौलत से महरूम होती जा रही है. ഇവിടെ ആ മരുഭൂനിവാസികളുടെ നമ്മെ പോലത്ത പിൻഗാമികളില്ലാത്ത മക്കൾ, അവർ ജീവിക്കാനുള്ള സർവ്വവിധ ഉപാധികളും അതിൻ്റെ സമൃദ്ധി ഉണ്ടായിരിക്കെ തന്നെ, ആ ഉപാധികളുടെ സമൃദ്ധി ഉണ്ടായിരിക്കെ തന്നെ, സമൃദ്ധമായ സാധനങ്ങൾ, ഭക്ഷണ സാമഗ്രികൾ ഉണ്ടായിരിക്കെ തന്നെ, ഫറാവാനി എന്ന് പറഞ്ഞാൽ സമൃദ്ധി എന്നാണ് അർത്ഥം. ആ ജീവിതോപാധികൾ സമൃദ്ധമായിട്ടുണ്ടായിരിക്കെ തന്നെ ഈമാനോ യഖീൻ കി, പക്ഷേ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ കുറവെന്താണ്? ഈമാനോ യഖീൻ കി ഇസ് ദൗലത്ത് സെ മഹറൂം ഹോത്തി ജാ രഹി ഹേ, പക്ഷേ ഈമാനിൻ്റെയും യഖീനിൻ്റെയും അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാകുന്ന ആ ഒരു സമ്പത്തിൽ നിന്ന് അവരുടെ പിൻഗാമികളായ നാം ഒരിക്കലും പിൻഗാമികളെന്ന് പറയപ്പെടാൻ പറ്റാത്ത നമ്മെ പോലത്ത അവരുടെ മക്കൾ ഈമാനു യഖീൻ കി ഇസ് ദൗലത്ത് സെ മഹറൂം ഹോത്തി ജാ രഹി ഹേ, അവർ ഈമാനിൻ്റെയും അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിലും ഉറപ്പിൽ നിന്നും, ഉറപ്പാകുന്ന ആ ഈമാൻ എന്ന സമ്പത്തിൽ നിന്ന് അവർ ഹനിക്കപ്പെട്ടു പോയിരിക്കുന്നു. ജോ റൂമോ ഇറാൻ കി തസ്ഖീർ കാ ഹൗസല പൈദാ കർത്തി, ആ ഈമാനാണ്, അവരുടെ ആ വിശ്വാസമാണ്, ആ അടിയുറച്ച വിശ്വാസമാണ് റോമും ഇറാനും കീഴ്പ്പെടുത്തുവാനുള്ള ധൈര്യം അവരിൽ ഉണ്ടാക്കിയെടുത്തത്. ഹൗസല പൈദാ കർത്തി थी और उसके नतीजे, പിന്നെ അതിൻ്റെ അനന്തരഫലമായിട്ട്, और उसके नतीजे में അതിൻ്റെ അനന്തരഫലമായിട്ട് वो कैसर के मॉडर्न जानशीनों से आंखें चार करने के बजाय, അതിൻ്റെ ഫലമായിട്ട് ഇന്ന് അവരുടെ പിൻഗാമികൾക്ക്
അത്തരത്തിലുള്ള ഈമാനോ യഖീനോ ഇല്ല എന്നത് കാരണത്താൽ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ അനന്തരഫലമായിട്ട് കിസ്റാവോ കൈസർ മോഡേൺ ജാനിഷീനോസെ ആ കാലഘട്ടത്തിലെ കിസ്റയുടെയും കൈസറിൻ്റെയും മോഡേൺ ആധുനിക പിൻഗാമികൾ ജാനഷീൻ അവരുടെ ഖുലഫ ആധുനിക പിൻഗാമികൾ ആംഖേ ചാർ കർണേക്കെ ബജായെ അവരോട് മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയല്ലാതെ ഇന്നത്തെ നിലവിലുള്ള കിസ്റയുടെയും കൈസറിൻ്റെയും പിൻഗാമികളെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയല്ലാതെ ഉൻകെ ദബ്ദബേക്കെ സാമനെ അവരുടെ ആ റോബ് അല്ലെങ്കിൽ അവരോടുള്ള ആ പേടിയുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ ആ പ്രൗഢിക്ക് മുന്നിൽ ഷാനോ ഷൗക്കത്ത് അവരുടെ പ്രൗഢിക്ക് മുന്നിൽ ഹത്തിയാർ ഡാലെ ഘടി ഹേ അവരുടെ മുന്നിൽ ആയുധങ്ങളിട്ട് കീഴ്പ്പെട്ട് നിൽക്കുകയാണ് ഇന്നത്തെ മുസ്ലിമീങ്ങൾ. ഓർ ജിന്ദഗി കെ ഹർ കാം മേ ഉൻകെ പീച്ചെ ചലനെ കെ ലിയെ തയ്യാർ ഹേ ജീവിതത്തിലെ എന്ത് കാര്യത്തിന് വേണ്ടിയും അവരുടെ പിന്നാലെ അവർക്ക് ഓശാന പാടി നടക്കാൻ ഇന്ന് അവരുടെ പിൻഗാമികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കുറച്ചുകൂടുണ്ട്, അടുത്ത പീരീഡിലൂടെ നമുക്കെടുക്കണം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.